ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി എം ഡി ആൻഡ് CEO ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ ഒരു മിക്സഡ് ട്രേഡിംഗ് ആണ്. ഇന്ന് മോർണിംഗിൽ ജാപ്പനീസ് മാർക്കറ്റ് വീക്കാണ്, അതുപോലെ തന്നെ മറ്റു പല മാർക്കറ്റുകളും വീക്കാണ്. ചൈനീസ് മാർക്കറ്റുകൾ മിക്സഡ് റിയാക്ഷനാണ്. ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനാണ് ഇന്ന് വരാൻ പോകുന്നത്. എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് 2007 ശേഷം ആദ്യമായിട്ട് ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്യാനുള്ള തീരുമാനമെടുക്കുന്നതാണ്. ഇപ്പോൾ 2016 ഇംപ്ലിമെൻ്റ് ചെയ്ത -0.1% ആണ് ഒഫീഷ്യൽ ഇൻട്രസ്റ്റ് റേറ്റ് ജപ്പാനിൽ. അത് 0ലേക്ക് ഉയർത്തുന്നതാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് ഒരു പക്ഷേ ഗ്ലോബലി ചെറിയ വൊളാറ്റിലിറ്റി ഉണ്ടാക്കാവുന്ന ന്യൂസാണ്. കാരണം $4.43 ട്രില്യൺ ഡോളർ വർത്ത് ജാപ്പനീസ് യെൻ ആണ്. ജാപ്പനീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഹൈ ഇൻഡിവിജ്വൽസൊക്കെ ഔട്ട്സൈഡ് ജപ്പാനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജാപ്പനീസ് യെൻ ബോറോ ചെയ്തുകൊണ്ട് ഔട്ട്സൈഡ് ഇൻവെസ്റ്റ് ചെയ്തവർക്കൊക്കെ ജപ്പാനിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണ്. യെൻ തിരിച്ച് കവർ ചെയ്യേണ്ടി വരും. ധാരാളം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹെഡ്ജ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ 4.43 ട്രില്യൺ ഡോളർ വർത്തുള്ള ഒരു അൺവൈൻഡിങ് ഒക്കെ ഗ്ലോബലി വരികയാണെങ്കിൽ ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാവാം. പക്ഷേ ബാങ്ക് ഓഫ് ജപ്പാൻ വളരെ കോഷ്യസ് ആയിട്ടാണ് ചെയ്യുള്ളൂ എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. എന്നിരുന്നാലും നമുക്ക് ഇന്ന് ഒരു ചെറിയ വൊളാറ്റിലിറ്റി ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഡിസിഷൻ അടുത്ത 1 മണിക്കൂറിനുള്ളിൽ വരുന്നതാണ് ഇപ്പോഴത്തെ എക്സ്പെക്റ്റേഷൻ. ഇനി മറ്റ് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റ് ഇന്നലെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. റസൽ 2000 ആണ് സ്ലൈറ്റ്ലി വീക്കായിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത്. വൊളാറ്റിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 14.33 ആയിരുന്നു. S&P 500 വിക്സ് മിനിഞ്ഞാന്നത് 14.41 ആയിരുന്നു. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് സ്ലൈറ്റ്ലി സ്റ്റേബിൾ മാർക്കറ്റ് ട്രെൻഡിനെയാണ്. എന്നിരുന്നാലും ഓവറോൾ ന്യൂസ് ഫ്ലോസ് ഒരു വൊളാറ്റിലിറ്റി ഉണ്ടാക്കാവുന്ന ന്യൂസ് ഫ്ലോസ് ഒക്കെ തന്നെയാണ്. യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ ഏഷ്യൻ മാർക്കറ്റുകൾ ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആയിരുന്നു. കമ്മോഡിറ്റി നോക്കുകയാണെങ്കിൽ ഗോൾഡ് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. $2164.3 പെർ ഔൺസ് ആണ് ഏപ്രിൽ ഫ്യൂച്ചേഴ്സ് ക്ലോസ് ചെയ്തത്. ഇന്ന് മോർണിംഗിലും ആ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ബ്രെൻഡ് ക്രൂഡ് ഓയിൽ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്നലെ $86.93 പെർ ബാരലിനാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിലും ആ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. മെറ്റൽ ഫ്യൂച്ചേഴ്സ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിരുന്നു ഇന്നലെ. ഇന്ന് മോർണിംഗിലും ഫ്ലാറ്റ് ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് US ഫെഡിൻ്റെ മീറ്റിങ്ങും കൂടി ആരംഭിക്കുകയാണ്. നാളെ വൈകുന്നേരമാണ് അതിൻ്റെ ഡിസിഷൻ അനൗൺസ്മെൻറ്റ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അതിൻ്റെ ഇമ്പാക്റ്റ് വ്യാഴാഴ്ചയാണ് കിട്ടാൻ പോകുന്നത്. ഇന്നലെ NVIDIA പുതിയ ചിപ്പ് അൺവെയിൽ ചെയ്തിരുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വലിയ ശക്തി പകരുന്ന ഒരു ന്യൂസാണ്. ബ്ലാക്ക്വെൽ 200 എന്ന് പറഞ്ഞൊരു ചിപ്പാണ്. ഇത് ഇപ്പോഴത്തെ ചിപ്പിനേക്കാളും 30 ടൈംസ് ഫാസ്റ്ററും അതുപോലെ തന്നെ പ്രോസസ്സിങ് കപ്പാസിറ്റിയുള്ള ഒരു ചിപ്പാണ്. 27 ട്രില്യൺ പാരാമീറ്റേഴ്സ് ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ GPT-4 യൂസ് ചെയ്യുന്നത് 1.75 ട്രില്യൺ പാരാമീറ്റേഴ്സാണ്. തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്ഷൻസും അതുപോലെ തന്നെ പ്രോഡക്റ്റുകൾക്കൊക്കെ ഈ ചിപ്പ് വഴിവെക്കുന്നതാണ് പറയുന്നത്. തീർച്ചയായിട്ടും NVIDIA സംബന്ധിച്ച് പോസിറ്റീവാണ്. സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് NVIDIA ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഡൊമസ്റ്റിക് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ പൊതുവെ ധാരാളം വൊളാറ്റിലിറ്റിക്ക് ഉതങ്ങുന്ന തരത്തിലുള്ള ന്യൂസുകളാണ് എലക്ഷൻ ഫ്രണ്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ട് റിലേറ്റഡ് ന്യൂസുകളും വൊളാറ്റിലിറ്റി ഉണ്ടാക്കാവുന്ന ന്യൂസുകളാണ്. മുമ്പ് പ്രതീക്ഷിച്ച പോലെ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന NDAക്ക് അത്ര നല്ല ന്യൂസുകളല്ല ഹരിയാനയിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വൊളാറ്റിലിറ്റിയും ഒരു ലോസ് ഓഫ് കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള വൊളാറ്റിലിറ്റിയൊക്കെ വരാം. ആ വൊളാറ്റിലിറ്റി വരുന്ന സമയത്ത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങി വയ്ക്കാവുന്ന ഡിസിഷൻ ആയിരിക്കും നല്ലത്. ഒരു ക്ലിയർ ട്രെൻഡ് എമർജ് ചെയ്ത് എങ്ങനെയാണ് എലക്ഷൻ ട്രെൻഡ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ മാർക്കറ്റ് മൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസുകളൊക്കെ മാർക്കറ്റിൽ വലിയ രീതിയിലൊക്കെ വൊളാറ്റിലിറ്റി ഉണ്ടാക്കാം. ഇനി അഡാനി ഗ്രൂപ്പ് ഓഫ് ഷെയർസ് ഇന്നലെ വീക്കായിരുന്നു. US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു എൻക്വയറി റിലേറ്റഡ് ആണ്. പക്ഷേ ഇത് വലിയ നെഗറ്റീവ് ന്യൂസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നുമല്ല, ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. നല്ല രീതിയിൽ അഡാനി ഗ്രൂപ്പ് താഴെ വരികയാണെങ്കിൽ നല്ല
ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള അഡാനി ഗ്രീൻ, അഡാനി പോർട്ട്, അഡാനി എൻ്റർപ്രൈസസ് ഈ സ്റ്റോക്കുകളൊക്കെ ലോങ് ടേമിലേക്ക് അക്യുമുലേറ്റ് ചെയ്യാവുന്നതാണ്. നോർമലി ഇന്ന് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ധാരാളം ന്യൂസുകളുണ്ട്. പോപ്പുലർ വെഹിക്കിൾസ് കേരളത്തിൽ നിന്നുള്ള കമ്പനിയാണ്, ലിസ്റ്റിംഗ് ആണെന്ന്. IPO പ്രൈസ് 295 ആയിരുന്നു. ഫ്ലാറ്റ് ലിസ്റ്റിംഗ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ഒരു പക്ഷേ സ്ലൈറ്റ്ലി നെഗറ്റീവ് ലിസ്റ്റിംഗ് ഒക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ HG ഇൻഫ്രാകോമിന് 1026 കോടി രൂപ വരെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. നൈബ് ലിമിറ്റഡ് നമ്മുടെ ഒരു റെക്കമെൻഡ് സ്റ്റോക്കും കൂടിയാണ്, ഡിഫൻസ് റിലേറ്റഡ് ആണ്. 21 കോടി രൂപ വരെ ഓർഡർ LNTയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ധാരാളം ന്യൂസ് ഫ്ലോസ് വരുന്നുണ്ട്. പൂനാവാല ഫിൻകോർപ്പിൻ്റെ ന്യൂ CEO ആയിട്ട് HDFC ബാങ്കിൻ്റെ ഒരു എക്സിക്യൂട്ടീവാണ് വരാൻ പോകുന്നത്. ഈ ന്യൂസ് പൂനാവാലേനെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. ആദ്യത്തെ ബിർള സൺ ലൈഫ് AMC 450 രൂപ പെർ ഷെയറായിട്ട് 2.01 crore ഷെയർസ് ബ്ലോക്ക് ഡീൽ നടത്താൻ ചാൻസസ് ഉണ്ട്. മിനിമം പബ്ലിക് ഷെയർ ഹോൾഡിംഗ് മീറ്റ് ചെയ്യാനായിട്ടാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മാർക്കറ്റ് താഴെ വരികയാണെങ്കിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങി വയ്ക്കാവുന്ന 2 സ്റ്റോക്കുകളാണ് UTA AMCയും അതുപോലെ തന്നെ നിപ്പൺ ലൈഫ് AMCയും. അപ്പോൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഈ സ്റ്റോക്കുകൾ വാങ്ങുന്നത് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ LNT ഫിനാൻസ് 1.01 lakh crore NCD ലോഞ്ച് ചെയ്യാൻ പോവാണ്. സ്ലൈറ്റ്ലി പോസിറ്റീവ് ന്യൂസാണ് LNT ഫിനാൻസിനെ സംബന്ധിച്ച്. അപ്പോൾ ഓവറോൾ ഒരു വൊളാറ്റിലിറ്റി മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്തിട്ട് നിന്നാൽ മതി. അതോടൊപ്പം തന്നെ ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഡിസിഷൻ വരുമ്പോൾ എങ്ങനെയാണ് എത്ര ക്വാണ്ടം റേറ്റ് ഇൻക്രീസാണ് അവർ പ്ലാൻ ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടുള്ളൊരു മൂവ്മെൻറ്റൊക്കെ നമ്മൾക്ക് ഏഷ്യൻ മാർക്കറ്റിലും ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ ഉണ്ടാക്കാം. അതോടൊപ്പം തന്നെ ഇന്ന് ആരംഭിക്കുന്ന US ഫെഡറിൻ്റെ ഡിസിഷൻ നാളെയാണ് വരുന്നത്, അതും മാർക്കറ്റിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കാം. ഒപ്പം ഡൊമസ്റ്റിക് ഇലക്ഷൻ റിലേറ്റഡ് ന്യൂസുകളും മാർക്കറ്റിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മൾ റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കുകൾ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ മാർക്കറ്റ് താഴെ വരുമ്പോൾ വാങ്ങാനുള്ള ഡിസിഷൻ എടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ പ്രീ മാർക്കറ്റ് കമൻറ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.